+1 തേർഡ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മക്കളെ. അപ്പോൾ ഉടൻ തന്നെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. 28-ാം തീയതിയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏത് സമയവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അലോട്ട്മെന്റ് വന്നാലുടൻ പ്രവേശനത്തിനുള്ള തീയതികൾ പറയുന്നത് ജൂൺ 29, 30, ജൂലൈ 1, 2 തീയതികളിൽ പ്രവേശനം നടക്കാനാണ് സാധ്യത പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അത് വ്യക്തമായിട്ട് കംപ്ലീറ്റും നിങ്ങൾ കേട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മക്കൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് വന്നാലുടൻ ഏതൊക്കെ തീയതികളിലാണ് പ്രവേശനം സാധ്യമാകുക എന്ന് പറയും. പക്ഷെ നമുക്കറിയാം തിങ്കളാഴ്ച മുതൽ മൺഡേ തൊട്ടാണ് പ്രവേശനത്തിനുള്ള സാധ്യത. കാരണം സൺഡേ ആണ്, അല്ലെ, ലീവാണ്, ഓഫ് ഡേ ആണ്. അന്ന് എന്തായാലും പ്രവേശനത്തിന് സാധ്യത നമ്മൾ കൽപ്പിക്കുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ അറിയിക്കുന്നതാണ്. പക്ഷെ 29-ാം തീയതി തന്നെയായിരിക്കും അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, ഇനി താൽക്കാലിക പ്രവേശനമില്ല, സ്ഥിര പ്രവേശനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഒക്കെ ടെമ്പററി അലോട്ട്മെന്റ് എടുത്ത് നിൽക്കുന്ന കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ ഫ്രഷ് അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികളുണ്ടാകും. ആരാണെങ്കിലും ഇനി താൽക്കാലിക പ്രവേശനമില്ല. തേർഡ് അലോട്ട്മെന്റ് കഴിയുന്നതോടെ ഏത് സ്കൂളിലാണോ കിട്ടിയിരിക്കുന്നത് അവിടെ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചേരുക. 2, മുഖ്യ അലോട്ട്മെന്റ് തീരുന്നതോടെ താൽക്കാലികമായി പ്രവേശനം നേടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ താൽക്കാലിക അഡ്മിഷനിൽ തുടരുന്ന കുട്ടികൾ ഫീസ് അടച്ചിട്ടില്ല, അല്ലെ, അവര് ഫീസ് അടച്ച് തേർഡ് അലോട്ട്മെന്റോട്, എന്നാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളായിരിക്കും, ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ ആയിരിക്കും, പക്ഷെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല, ഫീസ് അടച്ച് നിങ്ങൾ പെർമനന്റ് ആകുക. പിന്നീട് സ്കൂൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ സീറ്റ് കിട്ടുമോ എന്ന് നോക്കാം എന്നല്ലാണ്ട് വേറെ വഴി നമ്മുടെ മുന്നിലില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പെർമനന്റ് ആയിട്ട് ചേരുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അടുത്തത് താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്നവരും ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവരും നിർബന്ധമായിട്ടും തേർഡ് അലോട്ട്മെന്റ് നോക്കണം. കാരണം താൽക്കാലികക്കാർക്കാണെങ്കിലും ആർക്ക് കിട്ടാത്തവർക്കാണെങ്കിലും ഇത് അവസാന അവസരമാണ് സ്ഥിര പ്രവേശനം നേടാനുള്ളത്. അഥവാ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അറിയാതെ പോയാൽ നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് അങ്ങോട്ട് പുറത്താകുകയാണ് ചെയ്യുന്നത്, അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക. ഇതിനുശേഷം നടക്കാൻ പോകുന്നത് സപ്ലിമെന്ററി ഘട്ടമോ ട്രാൻസ്ഫർ അലോട്ട്മെന്റോ ആയിരിക്കും. യെസ്, 3-ാം അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കോഴ്സ് അല്ലെങ്കിൽ സ്കൂൾ ഓപ്ഷനിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അടുത്തത്, മുൻ അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടി എനിക്ക് തേർഡ് അലോട്ട്മെന്റിലും ഓപ്ഷൻ മാറ്റമില്ല, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷൻ കിട്ടി, 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. തേർഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ മാറ്റം ഒന്നുമില്ല, ആ 4th കിട്ടിയത് ആ ഓപ്ഷനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് കുട്ടി ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത്, നിങ്ങൾ സെക്കൻഡിൽ താൽക്കാലികം എടുത്തവരായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ താൽക്കാലികം എടുത്തവരായിരിക്കും, നിലവിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ തന്നെ ചെന്ന് ഫീസ് അടച്ച് അവിടെ സ്ഥിര പ്രവേശനം നേടുക കേട്ടോ. വേറെ ഒരു വഴി നമ്മുടെ മുന്നിലില്ല. എവിടെയാണോ നിലവിൽ താൽക്കാലിക അഡ്മിഷനിൽ തുടരുന്നത്, തേർഡ് അലോട്ട്മെന്റിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ ചെല്ലുക, ഫീസ് അടയ്ക്കുക, സ്ഥിര പ്രവേശനമാക്കുക. ഇത്തവണ താൽക്കാലിക പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചില്ല, ഇനി എന്ത് ചെയ്യണം? ഓക്കെ, നിലവിലുള്ള അപേക്ഷ പുതുക്കിയിട്ട് നമുക്ക് പുതിയ ഓപ്ഷനുകൾ നൽകാനായിട്ട് സപ്ലിമെന്ററി ഘട്ടം വരും. അപ്പൊ സപ്ലിമെന്ററി ഘട്ടത്തിൽ നമുക്ക് ഒഴിവുള്ള വേക്കൻസികൾ അവർ പ്രസിദ്ധീകരിക്കും. അപ്പൊ നമുക്ക് പുതിയ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. കൊടുക്കാത്ത സ്കൂൾ കൊടുക്കാം, കൊടുത്ത സ്കൂൾ കൊടുക്കാം. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് എന്താണോ നമ്മൾ ആദ്യ അലോട്ട്മെന്റിന് മുന്നേ, ട്രയൽ അലോട്ട്മെന്റിന് മുൻപ് ചെയ്തത്, അതേ പ്രോസസ്സ് ഒന്നും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ് സപ്ലിമെന്ററി ഘട്ടത്തിൽ. അപ്പൊ പുതുതായിട്ട് അപേക്ഷിക്കാം. സീറ്റ് കിട്ടാത്തവർ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. സ്പോർട്സ് കോട്ടയിലൊക്കെ വേക്കൻസി വരുന്ന സീറ്റുകൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. കമ്മ്യൂണിറ്റിയിലും സ്പോർട്സ് കോട്ടയിലും ഒക്കെ വരുന്ന ഒഴിവുകൾ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. ഓക്കെ, അടുത്തത് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനും മാനേജ്മെന്റ് കോട്ട അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജൂലൈ 10 വൈകിട്ട് 5 മണിക്കകം അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. ആൻഡ് ജൂലൈ 11 സപ്ലിമെന്ററി കോട്ടയിലേക്കുള്ള ഒഴിവ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. റെഡി. മുഖ്യ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ വിഷയം ലഭിച്ചില്ല, ഇനി എന്ത് ചെയ്യും? മുഖ്യ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ്. അവിടെ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയില്ല, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അലോട്ട്മെന്റ് വരും. ആ ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് മാറാം, സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറാം, അല്ലെങ്കിൽ കോഴ്സ് മാറ്റാം. സയൻസിലാണെങ്കിൽ കൊമേഴ്സിലേക്ക് മാറാം, അല്ലെങ്കിൽ കൊമേഴ്സിലാണെങ്കിൽ സയൻസിലേക്ക് മാറാം, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ കൊമേഴ്സിലേക്ക് മാറാം. അത് ട്രാൻസ്ഫർ ഘട്ടമാണ്. അത് എന്നാണ് ഡേറ്റ് എന്നുള്ളത് അത് വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. റെഡി. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്.
ഒറ്റ കാര്യം, 3-ാം അലോട്ട്മെന്റിൽ നിർബന്ധമായും സ്ഥിര പ്രവേശനം നേടണം. ജൂലൈ 6-ന് നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആൻഡ് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് 3-ാമത്തെ അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ മുഖ്യഘട്ടത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്ന അപേക്ഷ റദ്ദ് ചെയ്ത കുട്ടികൾ, അഡ്മിഷൻ റദ്ദ് ചെയ്ത കുട്ടികൾക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ, സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാവുന്നതാണ്. റെഡി അല്ലേ? റെഡി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. സപ്ലിമെന്ററി ഘട്ടത്തിന്റെ ഏകദേശം ഡേറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക മക്കളെ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അലോട്ട്മെന്റിന് വേണ്ടി. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.